السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അത്യുത്തമമായ പേരുകളിൽ അസ്സമീഅ് എന്ന നാമമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അസ്സമീഅ് എന്ന റബ്ബിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 50ഓളം തവണ 50ഓളം ഇടങ്ങളിൽ വന്നിട്ടുള്ള പേരാണ്. അസ്സമീഅ് എന്ന പേരിലടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണം, അത് സമഅ് എന്ന വിശേഷണമാണ്. സമഅ് എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം കേൾവി എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ് സമഅ്. അവൻ കേൾക്കുന്നവനാണ്. സമീഅാണവൻ, അഥവാ അവൻ എല്ലാം കേൾക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ശബ്ദവും കേൾക്കുന്നു. ഏത് ഭാഷയും അവൻ കേൾക്കുന്നു. എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. പതുക്കെ പറയുന്ന വാക്കാകട്ടെ, ഉച്ചത്തിൽ പറയുന്ന വാക്കാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. സവാഉൻ ഒരുപോലെയാണ്. മിൻകും നിങ്ങളിൽ നിന്ന് ആരാണോ മൻ അസറൽ ഖൗല വാക്ക് വളരെ രഹസ്യമാക്കി പറഞ്ഞത്, വമൻ ജഹറ ബിഹി ഉച്ചത്തിൽ പരസ്യമായി പറഞ്ഞത്, വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ രാത്രിയിൽ ഒളിച്ചു നിൽക്കുന്നവനാകട്ടെ, പകൽ വെട്ടത്തിൽ സഞ്ചരിക്കുന്നവനാകട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർ അവനെ ഒരുമിച്ച് വിളിക്കുമ്പോൾ ഒരു ശബ്ദം വേറൊരു ശബ്ദം കേൾക്കാൻ അള്ളാഹുവിന് തടസ്സമാവുകയില്ല. പതുക്കെ വിളിക്കുന്നവൻ്റെ ശബ്ദം ഉറക്കെ വിളിക്കുന്നവനുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു കേൾക്കാതെ പോവുകയില്ല. അള്ളാഹുവിനോട് ധാരാളം ആളുകൾ അവരുടെ ചോദ്യങ്ങൾ വേറെ വേറെയാണ്. എല്ലാവരും ഒന്നല്ല ചോദിക്കുന്നത്. ഓരോരുത്തരും അവരുടെ എണ്ണം നാം എടുത്തു നോക്കിയാൽ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അതൊന്നും അവൻ കേൾക്കുന്നതിന് തടസ്സമാവുകയില്ല. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുജാദില ആയ സ്ത്രീ വന്നു. ഖൗല റളിയല്ലാഹു അൻഹ. അവർ അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു പരാതി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിനു മുന്നിൽ വെച്ച് അവർ പ്രായമേറിയ ആ മഹദിയായ സഹാബി വനിത സംസാരിക്കുകയാണ്. ഭർത്താവിനെ കുറിച്ചുള്ള പരാതി പറയുന്നതിനിടയിൽ അവർ ഇടയ്ക്കിടെ അവരുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞുകൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദി വസിഅ സമഉൽ അസ്വാത്ത്. അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും, സകല ശബ്ദങ്ങളും കേൾക്കുന്ന അള്ളാഹുവിന്. ലഖദ് ജാഅത്തിൽ മുജാദിലതു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുകല്ലിമുഹു. ആ മുജാദിലത്ത് എന്ന് അള്ളാഹു വിളിച്ച തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ വാദിച്ച സ്ത്രീ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. വഅന ഫീ നാഹിയത്തിൻ മിനൽ ബൈത്ത്.
ഞാൻ വീട്ടിൻ്റെ ഒരു മൂലക്കുണ്ട്. മാ അസ്മഉ മാ തഖൂൽ, അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ചില റിവായത്തുകളിൽ കാണാം അവർ പറയുന്നത് ചിലത് എനിക്ക് കേൾക്കും, ചിലത് കേൾക്കുന്നില്ല. എന്നാൽ ഫഅൻസലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്തിറക്കുകയാണ്. സൂറത്തു മുജാദില എന്ന സൂറത്ത്, അത് ഈ പശ്ചാത്തലത്തിലാണ്. അതിൽ ആദ്യത്തെ ആയത്തുകൾ ഈ സംഭവം വിവരിക്കുന്നതാണ്. എന്താണ് അതിൽ ഒന്നാമത്തെ ആയത്ത്? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ആയത്തിൽ 3 ഇടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമഅ എന്ന അവൻ്റെ വിശേഷണം, അവൻ കേൾക്കുന്നവനാണെന്ന കാര്യം 3 രൂപത്തിൽ പറയുകയുണ്ടായി ഒറ്റ ആയത്തിൽ. ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു. ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ, ഓ നബിയെ തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ താങ്കളോട് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക് അല്ലാഹു കേട്ടിരിക്കുന്നു. വതഷ്തകീ ഇലല്ലാഹ്, അവർ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ആവലാതി പറയുകയും ചെയ്യുന്നു. വല്ലാഹു, നോക്കൂ, ആവലാതി ആരോടാണ്? അള്ളാഹുവിനോടാണ്. ശിക്കായത്ത് റബ്ബിനോടാണ്, അത് നബിയോടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബിയോടല്ല. യാക്കൂബ് അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി, ഞാൻ എൻ്റെ സങ്കടവും എൻ്റെ വേവലാതിയും ശിക്കായത്ത് പറയുന്നത്, ആവലാതി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നോക്കൂ, മൗലിദിൽ എന്താണ് പറയുന്നത്? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്നി വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ ആവലാതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞാനിത് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിരിക്കുന്നു. ലക അശ്കൂ, നബിയെ താങ്കളോടാണ് എൻ്റെ ആവലാതി. ഇത് അള്ളാഹുവിൻ്റെ നബിമാരുടെ ദീനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മനസ്സിലാക്കിയ ദീനല്ല. അവർ അള്ളാഹുവിനോടാണ് ആവലാതി പറയുക. വസ്തശ്തകീ ഇലല്ലാഹ്, എന്നിട്ട് നോക്കൂ അള്ളാഹു പറയുന്നത് വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അള്ളാഹു കേൾക്കുന്നു. വീണ്ടും യസ്മഉ, നേരത്തെ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, വീണ്ടും പറയുന്നു വല്ലാഹു യസ്മഉ, അള്ളാഹു കേൾക്കുന്നു. തഹാവുറകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം. ഇന്നല്ലാഹ സമീഉൻ ബസീർ, വീണ്ടും തീർച്ചയായും അല്ലാഹു സമീഉൻ, അവനെല്ലാം കേൾക്കുന്നവനാണ്. ബസീറുൻ, എല്ലാം കാണുന്നവനാണ്. സമീഅ എന്ന് പറഞ്ഞു, യസ്മഉ എന്ന് പറഞ്ഞു, സമീഅ എന്ന് പറഞ്ഞു. ഒരൊറ്റായത്തിൽ 3 ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ സമഅ എന്ന വിശേഷണം റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദി വസിഅ സമഉൽ അസ്വാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ആ വീട്ടിലുണ്ട്, പക്ഷെ എനിക്ക് അവർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എല്ലാ ശബ്ദവും കേൾക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട സ്ത്രീയുടെ ആവലാതി കേട്ട് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അതിന് പരിഹാരം അവതരിപ്പിക്കുകയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ സമഅ, അള്ളാഹുവിൻ്റെ കേൾവി. ലോകത്തുള്ള മുഴുവൻ ആളുകളും, അവരിലെ ജിന്നുകളും മനുഷ്യരും, അള്ളാഹു പടച്ച ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ ജിന്നുമാകട്ടെ, അവസാനത്തെ മനുഷ്യനും അവസാനത്തെ ജിന്നുമാകട്ടെ, എല്ലാവരും, എല്ലാ സൃഷ്ടികളും ഭൂമിയിൽ ഒരൊറ്റ മുറ്റത്ത് ഒരുമിച്ച് കൂടി എന്ന് സങ്കല്പിക്കുക, ഒരൊറ്റ സ്ഥലത്ത്. എന്നിട്ട് അവരെല്ലാവരും ഒരൊറ്റ നിമിഷത്തിൽ, അവരെല്ലാവരും ഒരേ നിമിഷത്തിൽ അള്ളാഹുവിനെ വിളിക്കുകയാണ്, അള്ളാഹുവിനോട് അവരുടെ ആവശ്യങ്ങൾ പറയുകയാണ്. ഓരോരുത്തരും അവൻ്റെ ആവശ്യം പറയുന്നു, ഓരോരുത്തരും അവൻ്റെ ഭാഷയിൽ പറയുന്നു. പോകട്ടെ, അവൻ്റെ ശൈലിയിൽ. ഒരു ഭാഷയ്ക്ക് തന്നെ പല ശൈലികളുണ്ടാകും, ഒരു ലുഗത്തിന് തന്നെ പല ലഹജകളുണ്ടാകും. എല്ലാ ഭാഷക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്നത് പോലെയല്ല മലപ്പുറത്ത് പോയാൽ സംസാരിക്കുക, ആ ശൈലിയിലല്ല കൊല്ലത്തുകാർ സംസാരിക്കുക, വ്യത്യാസമുണ്ടാകും. ഓരോ ഭാഷകളിലും ഓരോ ശൈലിയിലും ഓരോരുത്തരും വേണ്ടത് റബ്ബിനോട് ചോദിച്ചാൽ അവരുടെ മുഴുവൻ ചോദ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. ഒരാളുടെയും അള്ളാഹുവിന് അവ്യക്തമായി പോവുകയില്ല, റബ്ബ് കേൾക്കാതെ പോവുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇത് വെറുതെ പറയുന്നതാണോ? ഇത് ആശ്ചര്യം ജനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ കൂട്ടി പറയുകയാണ്? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രസിദ്ധമായ അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ആ ഹദീസ് മുൻപ് ഒരു ഖുതുബയിൽ അത് മാത്രം വിശദീകരിച്ചിരുന്നു.
യാ ഇബാദി യാ ഇബാദി എന്ന് അല്ലാഹു വിളിക്കുന്ന മനോഹരമായ ഖുദ്സിയായ ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിച്ചത്. ആ ഹദീസിൻ്റെ പരമ്പരയിൽ ഷാം പ്രദേശത്തുകാരായ റാവിമാരാണ്, റിപ്പോർട്ടർമാരാണ്, പണ്ഡിതന്മാർ പറഞ്ഞത് കാലം അവർക്ക് അഭിമാനിക്കാനായ ഒരു ഹദീസ് മതിയെന്ന്. അത്രയും ശ്രേഷ്ഠമായ ഹദീസാണ്. അതിൽ അള്ളാഹു പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂ കുല്ലു ഇൻസാനിൻ മസ്അലതഹു وأعطيت كل واحد مسألته ما نقص ذلك من ملكي شيئا إلا كما ينقص المخيط إذا أدخل البحر. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും നിങ്ങളുടെ ജിന്നും ഇൻസും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് എല്ലാവരും എന്നോട് ചോദിച്ചു, എല്ലാവർക്കും ചോദിച്ചത് ഞാൻ കൊടുത്തു. എങ്കിൽ പോലും എൻ്റെ പക്കൽ നിന്നുള്ളതൊന്നും കുറയുകയില്ല. ഒരു സൂചി കടലിൽ മുക്കിയെടുത്താൽ കടലിൽ നിന്ന് എന്താണ് കുറഞ്ഞു പോവുക? ഒന്നും കുറഞ്ഞു പോവുകയില്ല. അതുപോലെയല്ലാതെ ഇങ്ങനെ കേൾക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിയാൽ തക്ബീർ പറയും, താഴേക്കിറങ്ങിയാൽ തസ്ബീഹ് പറയും. അത് സഹാബത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പുണ്യകർമ്മമാണ്. യാത്ര ചെയ്യുകയാണ്, മുകൾ ഭാഗത്തേക്ക് ഒരു ഉയരത്തിലേക്ക് കയറി അല്ലാഹു അക്ബർ എന്ന് പറയുക, താഴേക്കിറങ്ങിയാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. അതിൻ്റെ പിന്നിൽ പല ഹിക്മത്തുകളുണ്ട്. നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയവനാണ്. നമ്മൾ ഏത് പടുകുഴിയിൽ പതിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കാൻ, നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് കടലിൻ്റെ അടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടപ്പോൾ യൂനുസ് അലൈഹിസ്സലാം ദുന്നൂൻ തസ്ബീഹ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ഒരു ആരാധനക്കാരനല്ല, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിലായി പോയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുഅ്മിൻ ഈ വാചകം പറഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയുക, ദുആ ചെയ്യുക. കാരണം ആ ആയത്തിൽ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറഞ്ഞത് കാണാം, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് നാം മുഅ്മിനുകളെ രക്ഷപ്പെടുത്തുക. അത് മുഅ്മിനുകൾക്കെല്ലാമുള്ള യൂനുസ് അലൈഹിസ്സലാമിൻ്റെ മാതൃകയാണ്. ഇതുപോലെ മുകളിലേക്ക് കയറി അല്ലാഹു അക്ബർ, താഴേക്ക് ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നും പറയാറുണ്ടായിരുന്നു. അബൂ മൂസ അശ്അരി പറയുകയാണ്, ഞങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ തക്ബീർ പറയും. ഉച്ചത്തിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർബഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് സൗമ്യത കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒച്ചയിട്ട് നിങ്ങൾക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ, നിങ്ങൾ വിളിക്കുന്നത് കേൾക്കാത്തവനെയല്ല, നിങ്ങൾ വിളിക്കുന്നത് ഇവിടെ ഇല്ലാത്തവനെയല്ല. വലാകിൻ തദ്ഊന സമീഅൻ ബസീറൻ ഖരീബ, മറിച്ച് നിങ്ങൾ വിളിക്കുന്നത് എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, അടുത്തുള്ളവനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബ് കേൾക്കുകയില്ല, അവരുടെ രഹസ്യം അറിയുകയില്ല എന്ന് റബ്ബിനെ കുറിച്ച് ധരിച്ചു വച്ച മുശ്രിക്കുകളെ എതിർത്തുകൊണ്ട് അല്ലാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞു, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അം യഹ്സബൂന, അതല്ല അവർ വിചാരിച്ചിരിക്കുകയാണോ, അന്നാ ലാ നസ്മഉ, നാം കേൾക്കുകയില്ല എന്ന്, സിർറഹും അവരുടെ രഹസ്യം, വനജ്വാഹും, നജ്വ എന്ന് പറഞ്ഞാൽ രഹസ്യ സംഭാഷണം, വളരെ കുറച്ച് ആളുകൾ കൂടിയിരുന്ന് പറയുന്ന നജ്വ, അത് അവർ അള്ളാഹു കേൾക്കുകയില്ലെന്ന്. ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, ബല അങ്ങനെയല്ല, അള്ളാഹു കേൾക്കുന്നവനാണ്. കൂടാതെ അതിനപ്പുറത്ത് എന്തുണ്ട്, അത് കൂടാതെ എന്തുണ്ട്, ബല വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നമ്മുടെ റസൂലുകൾ, നമ്മുടെ ദൂതന്മാർ അഥവാ മലായിക അവരുടെ പക്കൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു കേൾക്കുന്നു. അത് തന്നെ ഒരു മുഅ്മിന് ഭയപ്പെടാൻ മതിയായതാണ്. അതോടൊപ്പം മാന്യന്മാരായ മലായിക നമ്മോടൊപ്പമുണ്ട്. ഒരു വളരെ മാന്യനായ ഒരാൾ നമ്മുടെ കൂടെ നടക്കുകയാണ്, നമ്മൾ എന്താണ് ചെയ്യുക? ഒരു മോശമായ വാക്ക്, ഒരു അശ്ലീലം പോകട്ടെ, നമ്മൾ സാധാരണ പറയുന്ന
വളരെ അടുത്ത ആളുകളോട് പറയുന്ന എന്തെങ്കിലും ഒരു അത്ര നല്ലതല്ലാത്ത ഒരു തമാശ പോലും പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. വളരെ കരീമായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മുടെ കൂടെയുള്ള മലായിക്കത്തിനെ വിശേഷിപ്പിച്ചത് കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ് എന്നാണ്. അതുകൊണ്ട് അവരെ കൂടെ ഹയാ വേണം ഒരു മുഅ്മിന്, ഒരു മുസ്ലിമിന്. അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ലജ്ജ വേണം. അതിലുമപ്പുറത്ത് ഹയാ നിനക്ക് റബ്ബിനോട് വേണം. അള്ളാഹു കാണുന്നുണ്ട് എന്ന ഹയാ റബ്ബിനോട് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഏറ്റവും ശരിയായ ഹയാ, ഏറ്റവും നീ ഹയാ കൈക്കൊള്ളാൻ ലജ്ജിക്കാൻ അർഹതപ്പെട്ടത് അള്ളാഹുവാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഒരു ചെറിയ കുട്ടി അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു വൃത്തികേട് നമ്മൾ ചെയ്യുകയില്ലെങ്കിൽ എങ്ങനെയാണ് റബ്ബിനെ നമുക്ക് ആ കുട്ടിയുടെ പോലും വിലയില്ലാതായി പോവുക? ഒരു മുഅ്മിനിന് യോജിച്ച കാര്യമല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇജ്തമഅ ഇൻദൽ ബൈത്ത്, ഒരിക്കൽ മക്കയിൽ കഅബക്കരികിൽ കൂടിച്ചേർന്നു ഖുറശിയാനി വ തഖഫി ഔ തഖഫിയാനി വ ഖുറശി, രണ്ട് ഖുറൈശ് ഗോത്രക്കാരും ഒരു സഖീഫ് ഗോത്രക്കാരനും. അല്ലെങ്കിൽ സംശയം പറയുകയാണ്, രണ്ട് സഖീഫ് ഗോത്രക്കാരനും അല്ലെങ്കിൽ ഒരു ഖുറൈശ് ഗോത്രക്കാരനും. ഉദ്ധരിച്ച റാവിക്ക് സംശയമാണ്. രണ്ടും വളരെ മുന്തിയ ഗോത്രങ്ങളാണ്. ഖുറൈശ് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം ഖുറൈശ് ഗോത്രത്തിൻ്റെ മഹിമ എന്താണെന്ന്. അതുപോലെ സഖീഫ് ഗോത്രം തായിഫിലെ വലിയ ഗോത്രമാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അള്ളാഹു ഈ ഖുർആൻ ഒരു അദീമായ ഒരു വലിയ ആൾക്ക് അവതരിപ്പിക്കാത്തത്? മിനൽ ഖറിയതൈനി അദീം, ഈ രണ്ട് നാട്ടിലെ ഏതെങ്കിലും ഒരു അദീമായ റജുലിനെ അവതരിപ്പിക്കാതെ. രണ്ട് നാടെന്ന് ഉദ്ദേശം ഒന്ന് മക്കയും ഒന്ന് തായിഫുമാണ്. മക്കയിൽ പ്രധാനികൾ ഖുറൈശികളാണ്, തായിഫിൽ പ്രധാനികൾ സഖീഫ് ഗോത്രക്കാരാണ്. ഈ രണ്ട് വലിയ ഗോത്രത്തിൽപ്പെട്ട മൂന്നാളുകളാണ് ഈ ഇരിക്കുന്നത്. ഇബ്നു മസ്ഊദ് പറയുകയാണ്, കസീറുൻ ശഹ്മു ബുതൂനിഹിം വഖലീലുൻ ഫിഖ്ഹു ഖുലൂബിഹിം, അവരുടെ തടിയിൽ വലിയ കൊഴുപ്പുണ്ട്, വലിയ തടിമാടന്മാരാണ്. പക്ഷേ ഖലീലത്തുൻ ഫിഖ്ഹു ഖുലൂബിഹിം, ഹൃദയത്തിലൊരിറ്റ് ഫിഖ്ഹ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബുദ്ധി കുറവാണ്, അറിവ് വളരെ കുറവാണ്, വലിയ തടിയും വണ്ണവുമുണ്ട്. അവരുടെ വിവരക്കേടിൻ്റെ ആഴം എന്താണ്? ഫഖാല അഹദുഹും, അവരിൽ ഒരുത്തൻ പറയുകയാണ്, അതറൗന അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ, ഒരുത്തൻ രണ്ടുപേരോട് പറയുകയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ, എന്താ എൻ്റെ അഭിപ്രായം, നമ്മുടെ ഈ സംസാരം അള്ളാഹു കേൾക്കുമോ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഖാലൽ ആഖർ, വേറൊരുവൻ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന, നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കും, പതുക്കെ പറഞ്ഞാൽ കേൾക്കുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പോൾ വേറൊരാൾ പറയുകയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന, അള്ളാഹു നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ പതുക്കെ പറഞ്ഞാലും കേൾക്കും. അള്ളാഹു അവരുടെ ഈ വാക്കിനെ കുറിച്ച് സൂറത്ത് ഫുസ്സിലത്തിൽ ആയത്തുകൾ അവതരിപ്പിച്ചു. ആയത്തുകൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു പറയുകയാണ്, നാളെ പരലോകത്ത് ഈ കുറ്റവാളികളുടെ കൈകൾ അവർക്കെതിരിൽ സാക്ഷി പറയും. ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും, അവരുടെ കണ്ണുകളും കാതുകളും അവരുടെ തൊലികളും അവർക്കെതിരിൽ സാക്ഷി പറയും. തൊലികൾ പറയുന്നു പറഞ്ഞാൽ ശരീരത്തിന് ഒന്നാകെ തൊലിയുണ്ട്, ഒന്നാകെ പറയും, അവർക്കെതിരിൽ സാക്ഷി പറയും അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്. അവർ ചോദിക്കാൻ, ലിമ ഷഹിദ്തും അലൈന, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ സാക്ഷി പറയുന്നത്? അവർ പറയും, അവയവങ്ങൾ പറയും, അന്തഖന അല്ലാഹു അല്ലദി അന്തഖ കുല്ല ഷൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച റബ്ബ് ഞങ്ങളെയും സംസാരിപ്പിച്ചു. വഹുവ ഖലഖകും അവ്വല മറ, അവനാണ് നിങ്ങൾ ആദ്യം പടച്ചത്, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. എന്നിട്ട് നോക്കൂ, അള്ളാഹു പറയുന്നത്, വമാ കുൻതും തസ്തതിറൂന, നിങ്ങൾ ഒളിച്ചു പിടിച്ചിട്ടൊന്നുമില്ലായിരുന്നല്ലോ. അയ്യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നിങ്ങളുടെ കണ്ണും കാതും തൊലികളും നിങ്ങൾക്കെതിരിൽ സാക്ഷി പറയാതിരിക്കാൻ അവർ കാണാതെയല്ലല്ലോ നിങ്ങൾ ചെയ്തത്. വലാകിൻ ظننتم, പക്ഷേ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ വിചാരിച്ചു, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതിലധികവും അള്ളാഹു അറിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. വദാലികും ظنكم الذي ظننتم بربكم أرداكم
ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അതാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് വിചാരിച്ച വിചാരം, അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു, നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് ശരിക്ക് മനസ്സിലാക്കാത്തവരും അതിൽ പിഴവ് പറ്റിയ ആശയക്കാരും ഒരുപാട് കക്ഷികളുണ്ട് നമ്മുടെ നാട്ടിലെ അശാരികൾ. അശാരികളാണ് ഞങ്ങൾ ഇന്ന് അഭിമാനിക്കുന്നവരാണ്. ഇവിടെ ദർഗ കൊണ്ട് നടക്കുന്ന, ദർഗകൾ നടത്തി ജീവിക്കുന്ന ആളുകൾ അഭിമാനിക്കുന്ന ഞങ്ങൾ അശാരികളാണ്, അശാരി അഖീദ എന്നാൽ എന്താണ് ഈ അശാരി അഖീദ? അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫത്തുകളെ നിഷേധിക്കുക എന്നതാണ്. അതിൻ്റെ ഫലം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഭയം അവർക്ക് നഷ്ടപ്പെട്ടു. മുകളിൽ നിന്ന് തന്നെ നിയന്ത്രിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തവർ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ദുഷ്ഫലം കാണാം. അതുകൊണ്ട് ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് തമാശ പറയും, സ്വർഗത്തിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച്, മഹ്ശറിനെ കുറിച്ച് തമാശ പറയുന്നത് കാണാം. ഇവർ തിരിഞ്ഞിട്ടില്ല കാര്യം. അള്ളാഹുവിനെ കുറിച്ച് അവൻ മോശമായത് പറയുന്നത് കാണാം, അതവൻ്റെ പ്രവൃത്തിയിലും കാണാം. വൃത്തികേടുകൾ, ഫാഹിഷത്തുകൾ ഈ ആളുകളിൽ ധാരാളമായി കാണാം. മുസ്ലിമീങ്ങളിൽ യഥാർത്ഥ അഖീദ പഠിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളായ ആളുകളിൽ കാണുന്നതിനേക്കാൾ ശരിയാണ്, അവരിൽ പിശാചിൻ്റെ പ്രേരണ കൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചേക്കും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തവരുടെ ഇതുപോലെയല്ല അവരുടെ അബദ്ധം. അവരതിൽ നിന്ന് വേഗം ഖേദിച്ചു മടങ്ങുന്നവരാണ്. അതുപോലെ ഈ വക ആളുകളിൽ വൃത്തികേടുകൾ കൂടുതലായിരിക്കും, അതവരെ നശിപ്പിച്ച് കളയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ തെറ്റായ വിശ്വാസം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമഅ്, അവൻ്റെ കേൾവി എന്നതിനെ നിഷേധിച്ച കക്ഷികളുണ്ട്, നിഷേധിച്ച കക്ഷികൾ. കാരണം ഈ ആളുകളുടെ പ്രശ്നം എന്താണ്? ഖുർആനിലും സുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. പക്ഷെ ഈ ആളുകൾ അതിനെ ഒന്നുകിൽ പറ്റയില്ലെന്ന് പറയും, ജഹ്മികളെ പോലെ, അല്ലെങ്കിൽ അവരെന്തു ചെയ്യും? അതിനെ വ്യാഖ്യാനിച്ചില്ലാതാക്കും, വ്യാഖ്യാനിച്ചതിനെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് പല പിഴച്ച കക്ഷികളും അള്ളാഹുവിൻ്റെ സമഅ എന്ന വിശേഷണത്തെ നിഷേധിച്ചു. അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോൾ മനുഷ്യൻ കേൾക്കുമല്ലോ, മനുഷ്യനെ പോലെ ആയിപ്പോവുകയില്ലേ? അതുകൊണ്ട് അവർ പറഞ്ഞു സമഅ എന്നാൽ അവിടെ അർത്ഥമാക്കേണ്ടത് ഇൽമാണ്. അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞാൽ സമഅ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാക്കണം? ആലിം അല്ലാഹ്, അള്ളാഹു അറിഞ്ഞു എന്ന്. ശരി, അവിടെയും ഈ ചോദ്യമില്ലേ? ഇവർ എന്തിൽ നിന്നാണ് ഇവർ ഓടിയത്? ആ ചോദ്യം അവിടെയും ഇല്ലേ? മനുഷ്യനും ഇൽമില്ലേ, അറിവില്ലേ? അപ്പം എന്താണ് മറുപടി പറയുക? മനുഷ്യൻ്റെ അറിവ് വേറെ, അള്ളാഹുവിൻ്റെ ഇൽമ് വേറെ. അതുപോലെ തന്നെയാണ് ഇതിലും. അള്ളാഹുവിൻ്റെ സമഅ വേറെ, മനുഷ്യൻ്റെ സമഅ വേറെ, രണ്ടും വേറെ വേറെയാണ്. അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും സൃഷ്ടികളെ പോലെയല്ല. അത് എങ്ങനെയെന്ന് നിനക്കറിയില്ല, കാരണം റബ്ബിനെ നീ കണ്ടിട്ടില്ല. പോകട്ടെ, റബ്ബിനെ പോലെയുള്ള ഒരുവനെയും നീ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ പോലെ ആരുമില്ല. ലൈസ കമിസ്ലിഹി ശൈഅ് വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ ആരും തന്നെയില്ല. അവനെല്ലാം കേൾക്കുന്നവനും അവനെല്ലാം കാണുന്നവനുമാണ്. അതുകൊണ്ട് നോക്കി, ഇവർ പറഞ്ഞു എന്താണ്? അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അർത്ഥമാക്കേണ്ടത് അള്ളാഹു അറിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സമഅ എന്ന ഖുർആനിലും സുന്നത്തിലും വന്ന വിശേഷണത്തെ നിഷേധിക്കലാണ്. പല അള്ളാഹുവിൻ്റെ സിഫത്തുകളെയും ഇവരിങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, ഇവരിങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. തൗബയിൽ അള്ളാഹു സന്തോഷിക്കുമെന്ന്. മുഅ്മിനിന്റെ തൗബയിൽ ഒരാൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു സന്തോഷിക്കുമെന്ന്. ഇയാൾ പറയും അത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല, അവൻ പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. സിഫത്തിനെ നിഷേധിക്കുകയാണ്. അല്ല, അള്ളാഹുവിൻ്റെ ഫറഹ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് അത് നിഷേധിക്കാൻ പാടില്ല. അത് വേറെ സിഫത്താണ്. അള്ളാഹു പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുക, അത് വേറെ കാര്യമാണ്. നോക്കൂ, ആ സിഫത്ത് നിഷേധിച്ചതിലൂടെ എന്ത് സംഭവിച്ചു? തൗബയുടെ മധുരമാണ് അവന് നഷ്ടപ്പെട്ടു പോയത്. തൗബ ചെയ്യുന്ന മുഅ്മിൻ അള്ളാഹു ഇതിൽ സന്തോഷിക്കുമെന്നറിഞ്ഞാൽ അത് ചെയ്യുന്ന മുഅ്മിനിൻ്റെ തൗബ അതിൽ വിശ്വസിക്കാത്തവൻ്റെ തൗബ പോലെയാകുമോ? ഇല്ല. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സിഫത്തിനെ നിഷേധിക്കുക എന്ന വലിയ അപകടത്തിൽ അവൻ പെട്ടു. അതുപോലെ അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ ചില പഴച്ച കക്ഷികൾ പറഞ്ഞു അല്ല, അള്ളാഹു അറിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അതോടെ അള്ളാഹുവിൻ്റെ സമഅ എന്ന കേൾവി എന്ന വിശേഷണത്തെ അവൻ നിഷേധിച്ചു. ആർക്കാണ് അറിയാത്തത് സമഉം ഇൽമും ഒരുപോലെയല്ല എന്ന്? സമഉം ഇൽമും ഒരുപോലെയല്ല. നിങ്ങൾ നോക്കൂ, ഒരു ചെവി കേൾക്കാത്ത ഒരു മനുഷ്യൻ
ചെവി കേൾക്കാത്തൊരു മനുഷ്യൻ അയാളുടെ മുന്നിൽ നിന്ന് ആളുകൾ സംസാരിക്കുമ്പോൾ അയാൾ അറിയുന്നുണ്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്ന ഇൽമ അയാൾക്കുണ്ട്. പക്ഷെ അയാൾക്ക് എന്തില്ല? സമഇല്ല. രണ്ടും രണ്ടാണ്. സമഅ് വേറെ, ഇൽമ വേറെയാണ്. കേൾവി വേറെ, അറിവ് വേറെ. രണ്ടും വേറെയാണ്, രണ്ടും ഒന്നല്ല. അള്ളാഹുവിൻ്റെ സമഅ് പടപ്പിൻ്റെ സമഅ് പോലെയല്ല. അള്ളാഹുവിൻ്റെ സമഅ്, അവൻ്റെ കേൾവി എന്ന് പറഞ്ഞാൽ സകലതിനെയും ഉൾക്കൊള്ളുന്ന സമഅാണ്. എന്നാൽ മനുഷ്യൻ്റെ സമഅ് അങ്ങനെയല്ല, അവൻ പലതും കേൾക്കുകയില്ല. അള്ളാഹുവിൻ്റെ കേൾവി എന്നാൽ മുൻപ് അവന് കേൾക്കാതിരിക്കുക എന്നത് അവസ്ഥയില്ല. മറിച്ച് അവൻ മുമ്പേ കേൾക്കുന്നവനാണ്. വൽ അവ്വൽ വൽ ആഖിർ, അവൻ മുമ്പേ ഉള്ളവനാണ്, കേൾക്കുന്നവനായിട്ടാണ് അവൻ മുമ്പേ ഉള്ളത്. എന്നാൽ പടപ്പുകളുടെ സമയം അങ്ങനെയാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്. ബാക്കി എന്താ? ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ നാം കൂടിക്കലർന്ന പുരുഷന്റെയും സ്ത്രീയുടെയും ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഫജഅൽനാഹു, നാം അവനെ ആക്കി സമീഅൻ ബസീറ, കേൾക്കുന്നവനും കാണുന്നവനുമാക്കി. ആദ്യം അവൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ വെറും ഒരു ബീജഗണമായിരുന്നു, അവനൊരു രക്തക്കട്ടയായിരുന്നു. അള്ളാഹുവാണ് അവന് സമഅ് നൽകിയത്. അവന് മുമ്പ് ഇതില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെത് അങ്ങനെയാണ്? ഒരിക്കലുമല്ല. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ കേൾവി, അതൊരിക്കലും നശിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ്റെ കേൾവിയോ, അതിന് പല അപകടങ്ങൾ വരും. അതുപോലെ ആ കേൾവി കുറയും, അതുപോലെ അത് പറ്റെ ഇല്ലാതായി പോകും. ഇങ്ങനെ പലതും സംഭവിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ സമഅ് അതൊരിക്കലും അങ്ങനെയല്ല. അതൊരു സമഅാണ്, ഇതൊരു സമഅ്. ഇത് മഖ്ലൂഖിൻ്റെ സമഅാണ്, അത് ഖാലിഖിൻ്റെ സമഅാണ്. ഇത് അടിമകളുടെ സമഅാണ്, അത് റബ്ബിൻ്റെ സമഅാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഇത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സമഅ് എന്ന് പറഞ്ഞാൽ, അവൻ്റെ വിശേഷണം എന്ന് പറഞ്ഞാൽ, അത് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞാൽ അത് രണ്ടിനമുണ്ട്. ഒന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന് കേൾക്കുക എന്നർത്ഥം. സമഅ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നർത്ഥം. അതുപോലെ രണ്ടാമത് അതിൻ്റെ അർത്ഥം ഉത്തരം ചെയ്യുക എന്നർത്ഥമാണ്. അതാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്, സമി അല്ലാഹു ലിമൻ ഹമിദ. എന്താണ് അവിടെ അർത്ഥം? സമി അല്ലാഹു ലിമൻ ഹമിദ. അള്ളാഹുവിനെ സ്തുതിച്ചവൻ്റെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് മാത്രമാണോ? സംശയമില്ല, കേട്ടിരിക്കുന്നു. മറിച്ച് അവൻ അതിന് ഉത്തരം നൽകിയിരിക്കുന്നു. അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തവൻ അവൻ ഉത്തരം നൽകിയിരിക്കുന്നു. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്ന റബ്ബീ ലസമീഉ ദുആ, എൻ്റെ റബ്ബ് ദുആ കേൾക്കുന്നവനാണ്. എന്താ കേൾക്കാൻ? ഉത്തരം നൽകുന്നവനാണ്. നമ്മൾ മലയാളത്തിലും ആ പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്താണ് പറയുമ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുക? ഞാൻ എന്നോട് പറഞ്ഞില്ല, എന്നിട്ട് നീ കേട്ടില്ലല്ലോ. എന്താണ് നമ്മളങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കാറ്? ശബ്ദം ചെവിയിലെത്തിയില്ല എന്നല്ല, മറിച്ച് ഉത്തരം നൽകിയില്ല എന്നതാണ്. അതുപോലെ അള്ളാഹുലേക്ക് സമഅ് ചേർത്തി പറഞ്ഞാൽ ആ അർത്ഥവും കൂടിയുണ്ട്. ഇന്ന റബ്ബീ ലസമീഉ ദുആ, ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹു ഉപകാരപ്പെടാത്ത വിജ്ഞാനത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അതുപോലെ നിന്നെ ഭയമില്ലാത്ത ഖുശൂഇല്ലാത്ത ഹൃദയത്തിൽ നിന്നും, അതുപോലെ അടങ്ങാത്ത, ഒരിക്കലും തൃപ്തി അടയാത്ത, മതിവരാത്ത നഫ്സിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും. വേറെ ചില റിവായത്തുകൾ, ഈ ഹദീസിൻ്റെ വേറെ ചില റിവായത്തുകളിൽ ആ ഭാഗം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: വമിൻ ദുആഇൻ ലാ യുസ്മഅ, വമിൻ ദുആഇൻ ലാ യുസ്മഅ. എന്താണ് അവിടെ അർത്ഥം? കേൾക്കപ്പെടാത്ത പ്രാർത്ഥന എന്നതിന് ഭാഷയിൽ അർത്ഥം പറയാം. പക്ഷെ അവിടെ ഉദ്ദേശം എന്താണ്? ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന. അതാണ് മറ്റു ചില റിവായത്തുകൾ അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ലാ യുസ്മഅ എന്ന് പറഞ്ഞാൽ ലാ യുസ്തജാബ്, ഉത്തരം ലഭിക്കാത്ത ദുആയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സമഅ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് അർത്ഥത്തിൽ പറയും. ഒന്ന് അള്ളാഹു കേട്ടു എന്നർത്ഥം,
2 അള്ളാഹു ഉത്തരം നൽകിയെന്ന അർത്ഥം. അതുപോലെ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കുന്നു എന്ന അർത്ഥത്തിൽ, അള്ളാഹു കേൾക്കുന്നു, ഉത്തരം നൽകുന്നു എന്ന അർത്ഥമല്ല, കേൾക്കുന്നു എന്ന അർത്ഥം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട 3 ഇനങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, അള്ളാഹു കേൾക്കുമെന്നത് താക്കീതായി അള്ളാഹു പറയുക. അള്ളാഹു കേൾക്കുമെന്നത് അള്ളാഹു താക്കീതായി പറയുക. യഹൂദികൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞു, റബ്ബ് ഫഖീറാൻ, ഞങ്ങൾ പണക്കാർ. അതുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളോട് കടം ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്, റബ്ബിനെ കുറിച്ച് പറഞ്ഞ അങ്ങേറ്റ ധിക്കാരത്തിൻ്റെ വാക്കുകൾ. അള്ളാഹു അതിനെക്കുറിച്ച് സൂറത്ത് ആല ഇമ്രാനിൽ പറഞ്ഞത് കാണാം, ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ. തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു, അള്ളാഹു ഫഖീറാണ്, ഞങ്ങൾ പണക്കാരാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. എന്തിനാണ് അള്ളാഹു ആ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത്? അതിൽ തഹ്ദീദുണ്ട്, താക്കീതുണ്ട്, ഭീഷണിയുണ്ട്. അതുപോലെ തഈദിൻ്റെ അർത്ഥത്തിൽ അള്ളാഹു പറയും എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവൻ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അത് സൂചിപ്പിക്കാൻ അള്ളാഹു എന്ത് പറയും? അള്ളാഹു കേൾക്കുന്നുണ്ട്. അതാണ് മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും അള്ളാഹു പറഞ്ഞത്. സൂറത്തു താഹയിൽ നമുക്ക് കാണാം, ഇന്നനി മഅകുമ അസ്മഉ വ അറ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അസ്മഉ വ അറ, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അത് താക്കീദാണോ? തഹ്ദീദാണോ? അല്ല, തഈദാണ്. അത് അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, അവൻ്റെ പിന്തുണയുണ്ട് എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതിലുള്ളത്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അതുപോലെ 3-ാമത്തെ ശബ്ദം കേൾക്കുക എന്ന അർത്ഥം, അതിൻ്റെ 3-ാമത്തെ ഇനം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവനും അറിഞ്ഞിരിക്കുന്നു. അവൻ ഒന്നും വിട്ടുപോകാതെ സകലതും അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. അവൻ്റെ ഇഹാത്തത്ത് സൂചിപ്പിക്കാനുള്ള പ്രയോഗമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കും. അതുമാത്രം കേട്ടു എന്നതല്ല അവിടെ ഉദ്ദേശം, അവൻ എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനാണ്. അപ്പോൾ ഈ സിഫത്തിനെ അള്ളാഹുവിൽ നിന്ന് നിഷേധിച്ചാൽ ഒരുവൻ അള്ളാഹുവിനെ ബിംബങ്ങളോട് ഉപമിക്കുന്നത് പോലെയാണ്. ഏതുപോലെ? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് നിഷേധിച്ചവർ അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞവരാണ്. അവർ റബ്ബിനെ ബിംബങ്ങളോട് ഉപമിക്കുകയാണ്, അവർ അറിഞ്ഞോ അറിയാതെയോ. കാരണം ബിംബങ്ങളുടെ, മുശ്രിക്കുകളുടെ, ഇലാഹുകളുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞതാണ് എന്ത്? സംസാരിക്കുകയില്ല, കേൾക്കുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ഉപ്പയോട് പറയുകയാണ്, യാ അബതി ലിമ തഅബുദു, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, കേൾക്കാത്ത, കാണാത്ത ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കാത്തതിന് അത് അവയുടെ ന്യൂനതയായി അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു ആ ന്യൂനതയില്ലാത്ത, മറിച്ച് പരിപൂർണതയുള്ളവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇലാഹുകളെക്കുറിച്ച്, അവരുടെ ഇലാഹുകളെക്കുറിച്ച് പറഞ്ഞത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുക്കും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ നിങ്ങളെ പോലുള്ള അടിമകളാണ്. ഫദ്ഊഹും ഫൽയസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ അവർ വിളിച്ചു നോക്കൂ, അവർ ഉത്തരം നൽകുമോ എന്ന് നോക്കട്ടെ. ഇല്ല. അലഹും അർജുലുൻ യംശൂന ബിഹാ, അവർക്ക് നടക്കാനുള്ള കാലുകളുണ്ടോ? അം ലഹും ഐദി യബ്തിശൂന ബിഹാ, അവർക്ക് പിടിക്കാനുള്ള കൈകളുണ്ടോ? അം ലഹും അഅ്യുനു യുബ്സിറൂന ബിഹാ, കാണാനുള്ള കണ്ണുകളുണ്ടോ? അം ലഹും ആദാനു യസ്മഊന ബിഹാ, കേൾക്കാനുള്ള കാതുകളുണ്ടോ? ഖുൽ ഇദ്ഉ ശുറകാഅക്കും സുമ്മ കീദൂനി ഫലാ തുൻദിറൂൻ, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ എനിക്കെതിരിൽ കുതന്ത്രം പ്രയോഗിച്ചോളൂ. ഫലാ തുൻദിറൂ, എനിക്കൊരു സമയവും നിങ്ങൾ നീട്ടി തരേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് ഇങ്ങനെ പറയാൻ അള്ളാഹു പറയുകയാണ്. അപ്പോൾ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു അവരെക്കുറിച്ച് ചോദിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നടന്നു പോകാൻ കഴിയുക എന്നത് ആണ് അതിലെ വലിയൊരു കഴിവ്. നടന്നുപോയി സാധിക്കുക എന്നത്, അവിടെ മാത്രം നിൽക്കുകയില്ല അയാളുടെ കഴിവ്, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധിക്കും. അള്ളാഹു ചോദിക്കുകയാണ്, അവർക്ക് അതിന് സാധിക്കുമോ? പോകട്ടെ, അവിടെ തന്നെ നിന്ന് കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കൈകളുണ്ടോ പിടിക്കാൻ? ഇനി പോകട്ടെ, കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ എന്തെങ്കിലും പുറത്തു ചെയ്യാൻ സാധിക്കും. ഇനി അതൊന്നും ചെയ്യണ്ട, നിന്നിട്ട് ചുറ്റും നടക്കുന്നത് കാണാൻ സാധിക്കുമോ?
അം ലഹും അഅ്യുൻ യുബ്സിറൂന ബിഹാ, ഇനി പോകട്ടെ കാണണ്ട, കേൾക്കാനെങ്കിലും. അം ലഹും ആദാനു യസ്മഊന ബിഹാ, അവർക്ക് കേൾക്കാനുള്ള കാതുകളുണ്ടോ? യാതൊന്നുമില്ല. ഇതാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരുടെ സ്ഥിതി. അപ്പോൾ നോക്കണം, ഈ വിശ്വാസം ഒരു മുഅ്മിനിന്, അള്ളാഹുവിനെ കുറിച്ച് സമീ എന്ന വിശ്വാസമുള്ള മുഅ്മിൻ, ഈ പേര് പഠിച്ച മുഅ്മിൻ അവൻ്റെ നാവിനെ സൂക്ഷിക്കും, അവൻ്റെ സംസാരം ശ്രദ്ധിക്കും. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിനെ അവൻ ധാരാളമായി ദിക്ർ ചെയ്യും, നല്ലത് പറയും, അള്ളാഹു കേൾക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യും, ഒരു ദുആവും അള്ളാഹു കേൾക്കാതെ പോവുകയില്ല. നീ യാ റബ്ബ് അല്ലാഹുമ്മ എന്ന് വിളിച്ചാൽ അള്ളാഹു അത് കേൾക്കാതെ പോവുകയില്ല. ഒരു വിളിയും റബ്ബിനോടുള്ള നിന്റെ ദുആവും അത് വെറുതെ ആയി പോവുകയില്ല. അതുകൊണ്ട് ഈ നാമം പഠിച്ച മുഅ്മിൻ അവൻ റബ്ബിനെ കുറിച്ച് പ്രതീക്ഷയുള്ളവനായിരിക്കും. അതാണ് നോക്കൂ, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും ദുആ ചെയ്തതായി കഅബ നിർമ്മിക്കുമ്പോൾ ചെയ്ത ദുആ അള്ളാഹു പറഞ്ഞില്ലേ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹു ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, നീ സമീഉം അലീമുമാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, പ്രവർത്തിച്ചവരുടെ ഉദ്ദേശം അറിയുന്നവനാണ്, ദുആ ചെയ്യുന്നവരുടെ വിളി കേൾക്കുന്നവനാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ ആ സ്ത്രീകളുടെ കുതന്ത്രത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നോക്കൂ, ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അള്ളാഹു യൂസുഫിൻ്റെ ദുആയിന് ഉത്തരം നൽകി. അവരുടെ കുതന്ത്രത്തിൽ നിന്ന് യൂസുഫ് നബി അള്ളാഹു അത് തട്ടിത്തെറിപ്പിച്ചു രക്ഷപ്പെടുത്തി. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ പറഞ്ഞെടുത്ത് അള്ളാഹു അവൻ്റെ ഈ രണ്ട് പേരുകളാണ് പറഞ്ഞത്, സമീഉം അലീമുമാണ് അവൻ. വഇമ്മാ യൻസഗന്നക മിന ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. നിനക്ക് പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും ഉണ്ടായാൽ അള്ളാഹുവിനോട് കാവൽ തേടുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും, അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. അതുകൊണ്ട് ഈ പേര് മുഅ്മിൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക, അതനുസരിച്ച് അവൻ്റെ വാക്കുകളും അവൻ്റെ ജീവിതവും ശ്രദ്ധിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.